നമ്മളിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സൂര്യ ടോക്ക് എന്ന് പറയുന്ന ചാനലിൽ കൂടെ മണി മാനിഫെസ്റ്റേഷൻ്റെ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 21 ഡേയ്സാണ് ഈ ചലഞ്ച് വരുന്നത്. അപ്പം എനിക്ക് എന്താണ് ഈ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ച് ചെയ്യാനുള്ള യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് കഴിഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ യൂഡമിന്ന് മണി മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റും എനിക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം എനിക്ക് പറയാനുള്ളത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാജിക് അല്ല. നമ്മളിവിടെ ഇതിൽ ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗോളിലോട്ട് എത്താൻ വേണ്ടുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ മാനിഫെസ്റ്റേഷനെ കണ്ടാൽ മതി. എനിക്കിതിൽ യാതൊരുവിധ മാജിക്കോ അല്ലെങ്കിൽ ഒരു ഗിമിക്സോ ട്രിക്സോ ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് ഫലം കാണുന്ന ചില ടിപ്സും ട്രിക്സും ഒക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ കോടീശ്വരനാകാം അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങി പിന്നീട് പതുക്കെ നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളിലോട്ടൊക്കെ എത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും അപ്രാപ്യമായിട്ടുള്ള ഗോൾസോ അല്ലെങ്കിൽ ഒരു ഇൻകമോ ഒന്നും നിങ്ങൾ എഴുതാൻ പാടില്ല തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു, എന്നിട്ട് ഇത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ അതുപോലെ തന്നെ വെറുതെ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. ആദ്യമേ തന്നെ പറയാം, ഇത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും വർക്ക് ആകത്തുള്ളൂ. ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പണിയെടുക്കാൻ റെഡി ആവാതെ അയ്യോ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു എന്നിട്ട് പൈസ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരില്ല. എനിക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടിയും തരാനും പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് മാത്രം നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷനെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡേ 1 ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡേ 1ലേക്ക് നമുക്ക് കിടക്കാം.